ടോയ്ലറ്റ് ഫെസിലിറ്റി ഇല്ലാത്ത പല സ്ത്രീകളും നമ്മുടെ പല ജോലി സ്ഥലങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ഷോപ്സിലൊക്കെ വർക്ക് ചെയ്യണ കുട്ടികൾ, ചെറിയ ചെറിയ എസ്റ്റാബ്ലിഷ്മെൻറ്റിൽ വർക്ക് ചെയ്യണ കുട്ടികൾ, അവർക്കൊക്കെ ഉണ്ടാകുന്ന പ്രശ്നം ഒന്ന് ടോയ്ലറ്റ് ഉണ്ടാവുകയില്ല, രണ്ട് ഉണ്ടെങ്കിൽ തന്നെ അത്ര ക്ലീൻ ആയിരിക്കില്ല. അപ്പോൾ ഈ ടോയ്ലറ്റ് ഇല്ലാതെ വരുമ്പോൾ ഇവരെന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ഇവർ വെള്ളം കുടിക്കില്ല, സോ ദാറ്റ് യൂറിൻ അത്ര ഉണ്ടാവാതെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട്. വെള്ളം കുടിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ഫലമായിട്ട് യൂറിനറി ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് കുറച്ച് കൂടുതലാണ് ചാൻസ്. രണ്ടാമത്തേത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കും യൂറിൻ. അപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകളുടെ യൂറിനറി ബ്ലാഡർ അല്ലെങ്കിൽ സ്ത്രീകളുടെ ആ പെൽവിക് ഏരിയ, ഇടുപ്പ് ഏരിയ പുരുഷന്മാരെ കാട്ടി കുറച്ചും കൂടി വീതി വലിപ്പമുള്ള ഒരു ഭാഗമാണ് അത്. അപ്പോൾ അതുകൊണ്ട് ബ്ലാഡറിന് എക്സ്പാൻഡ് ചെയ്യുക, യൂറിനറി ബ്ലാഡറിന് കൂടുതൽ യൂറിൻ. അപ്പോൾ ഈ ചെറുപ്പം മുതലേ ഇങ്ങനെ പിടിച്ചു വെച്ച് പറഞ്ഞ മാതിരി പോവാതെ പല സിറ്റുവേഷൻസിലും സൗകര്യമുള്ള ടോയ്ലറ്റൊക്കെ കിട്ടാതെ വരുമ്പം പോവാതെ വെച്ച് ഈ ബ്ലാഡറിൻ്റെ കപ്പാസിറ്റി കൂടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അങ്ങനെ യൂറിൻ കുറേ സമയം യൂറിനറി ബ്ലാഡറിൽ ഇരുന്നാൽ നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, കിഡ്നിയിൽ നിന്ന് 2 യൂറിറ്റേഴ്സ് വന്നിട്ട് ആ യൂറിറ്ററിൽ കൂടിയാണ് യൂറിൻ ബ്ലാഡറിലേക്ക് വന്ന് വീഴുന്നത്. അപ്പോൾ ഇതിങ്ങനെ ഹോൾഡ് ചെയ്ത് ഈ ബ്ലാഡർ പ്രഷർ കൂടുമ്പം ഈ ബ്ലാഡറിൽ ഇരിക്കുന്ന യൂറിൻ തിരിച്ച് യൂറിറ്ററിലേക്ക് കയറുന്നു. അങ്ങനെ വരുമ്പം ബ്ലാഡറിലുള്ള യൂറിൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഈ എന്താ പറയുക, വേസ്റ്റ് എല്ലാം കുറേ നേരമായിട്ടിരിക്കുന്നതല്ലേ. അപ്പോൾ അതിന് കെമിക്കൽ ചേഞ്ചസ് ഒക്കെ വന്നു കഴിയുമ്പം അത് പിന്നീട് ഈവൻ കിഡ്നിയുടെ പ്രോബ്ലംസ് ഉണ്ടാക്കാനുള്ള, അല്ലെങ്കിൽ സ്റ്റോൺ ഫോർമേഷൻ, അങ്ങനെ പല ഇഷ്യൂസും കിഡ്നി ഫെയിലിയർ വരെ ഇതിൻ്റെ ഒരു ഫലമായിട്ടുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പറ്റുന്നിടത്തോളം ഒരു കാരണവശാലും യൂറിൻ ഹോൾഡ് ചെയ്ത് വെക്കാതെ നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനുള്ള സൗകര്യങ്ങൾ നമ്മൾ ജോലി സ്ഥലത്തായാലും പഠിക്കുന്ന സ്ഥലത്തായാലും അവിടെയെല്ലാം അതിനുള്ള സൗകര്യങ്ങൾ, ഫെസിലിറ്റീസ് അവൈലബിൾ ആക്കുക എന്നുള്ളതാണ് അതിനുള്ള ഒരേ ഒരു സൊല്യൂഷൻ. വീഴ്ചകൾ ബാധിക്കുന്നത് പ്രായമായ ആൾക്കാരെയാണ് കൂടുതലായിട്ട്. അല്ലാത്ത ഒരു യങ്ങർ ഏജ് ഗ്രൂപ്പിലൊക്കെ ഉള്ളവരൊക്കെ അവരുടെ മസിൽസ് നല്ല സ്ട്രോങ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് എന്താ പറ്റുക വെച്ചാൽ വീണ് കഴിഞ്ഞാൽ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറഞ്ഞത് ചതവ് കാര്യങ്ങളൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ സോർട്ട് ഔട്ട് ആവും. ഫ്രാക്ചർ ഒടിഞ്ഞാൽ, എല്ല് പൊട്ടിയാലാണ് നമുക്ക് കൂടുതൽ പ്രോബ്ലംസ് വരിക. അപ്പോൾ ചെറിയ പിള്ളേർ, ചെറുപ്പക്കാർ, അങ്ങനെയുള്ള ആ ഒരു 30-35 വയസ്സ് വരെയുള്ള സ്ത്രീകളായാലും ശരി, അവർക്ക് ഈ പറഞ്ഞ മാതിരി അവരുടെ മസിൽസ് സ്ട്രോങ് ആയതുകൊണ്ട് അവർക്ക് ഫ്രാക്ചേഴ്സ് ഉണ്ടാകാനുള്ള സാധ്യത കുറച്ചും കൂടി കുറവായിരിക്കും. അല്ലെങ്കിൽ അതേപോലത്തെ ഒരു വീഴ്ചയായിരിക്കണം വേണം. സാധാരണ ഒന്ന് തെന്നി വീണാലൊന്നും വരില്ല. പക്ഷെ ഒരു പ്രായമായ സ്ത്രീ, പ്രത്യേകിച്ച് മെനപ്പോസൊക്കെ ആയ ഒരു സ്ത്രീ ആണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ എല്ലുകളിലെ കാൽഷ്യത്തിൻ്റെ കണ്ടൻറ്റൊക്കെ വളരെ കുറവായിരിക്കും, എല്ലുകൾ വീക്കായിരിക്കും. അത് ഇപ്പോൾ പ്രത്യേകിച്ച് പ്രോബ്ലം ഒന്നും ഉണ്ടായില്ലെങ്കിൽ ഇവരിതിനെപ്പറ്റി അവെയർ പോലും ആയിരിക്കില്ല. അവർ അങ്ങ് ജീവിച്ചങ്ങ് പോകുന്നു കുഴപ്പമില്ലാതെ. ഒരു വീഴ്ചയിലായിരിക്കും ചിലപ്പോൾ ഹിപ്പിന് ഫ്രാക്ചർ, അല്ലെങ്കിൽ കൈ ഒടിയുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒടിവുകൾ. അതുകൊണ്ട് നമ്മളെപ്പോഴും അതിനെപ്പറ്റി ഒരു അവെയർനെസ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. നമുക്കൊരു ബോധവൽക്കരണം വേണം എപ്പോഴും സ്ത്രീകളുടെ ഇടയിൽ.